അധികം സഹജേ അടലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം ഇന്ന് ഒരു ദൂത് കേൾക്കാനിടയായി തീർന്നു. അതായത് ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മോശ അവരെ ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടി നടത്തി കാദേശ് ബർമ്മ കഴിഞ്ഞ് ഹോർമയ്ക്ക് അപ്പുറം കൊണ്ടുവന്നിരിക്കുകയാണ്. എത്ര വർഷമായി എന്നറിയാം? ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്തെത്താൻ എത്ര വർഷം എടുക്കും? 40 വർഷം. എന്നാൽ അവർ അവകാശമാക്കാൻ ചെന്ന കനാൻ ദേശത്തിന്റെ തൊട്ടടുത്ത് അതിനോട് മുട്ടിച്ചെന്ന ആ സ്ഥലത്ത് ചെല്ലാൻ എത്ര വർഷം എടുക്കും? 2 വർഷം. ഇനി വേറൊന്നും ചെയ്യണ്ട, ഇനി കയറി അവകാശമാക്കി വെച്ചാൽ. അപ്പൊ മോശ അനുഗ്രഹിച്ച് പറയും, നമ്മള് കർത്താവ് പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നമ്മെ കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് പ്രവേശിക്കാൻ പോവാ. നിങ്ങൾ ചെന്നത് നേരിയായിട്ട് കൈവശമാക്കി പോകും. കാരണം ഓരോരുത്തരും ആ ഒരു അവകാശമാക്കി പോകും. ഇനിയിപ്പോ വേറെ ചിന്തിക്കേണ്ട, ഇത്ര നാളും നമ്മൾ കഷ്ടപ്പെട്ടതും അലഞ്ഞതും വെള്ളത്തിനും നമ്മൾ ഭക്ഷണത്തിനും എല്ലാം ബുദ്ധിമുട്ടിയില്ലേ? ഒന്നും വേണ്ട, ഇനി അങ്ങ് നേരിട്ട് ചെല്ലുക. നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷിക്കാം? നിങ്ങൾ കുത്താത്ത കിണർ വെള്ളം കുടിക്കാം, നിങ്ങൾ നട്ടു വളർത്താത്ത തൈകള്, വൃക്ഷങ്ങള്, കന്നുകാലികള് എന്ന് വേണ്ട എല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ കൈവശമാക്കിച്ചാൽ മതി. അപ്പൊ അവരൊരു കാര്യം പറയും. ചിലർ വന്നിട്ട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം മോശേ, യജമാനെ, നമുക്ക് ഈ പോകുന്ന ദേശം എങ്ങനെയുള്ളതെന്ന് അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാ? നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്തല്ലേ പോണം. എങ്ങനെയാ അങ്ങോട്ട് പോകുന്നത്? അവര് വഴി ഏതാ? അവിടെ ഉള്ള ആളുകൾ എങ്ങനെയാ? അവിടുത്തെ ദേശം എങ്ങനെയാ? ഒന്ന് നോക്കിയിട്ട് വരാനായിട്ട് കുറച്ച് പേരെ അയക്കാം. അതല്ലേ നല്ലേ? അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ പറയുന്നതനുസരിച്ച് പോയാൽ മതി. മോശയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് ശരിയാണല്ലോ അവര് പറഞ്ഞത്. ആ പോയവര് തെരഞ്ഞെടുത്ത് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരും തെരഞ്ഞെടുത്ത് പോയി. ഊഹോയി ചെന്ന് കണ്ട് അവര് കണ്ടേച്ച് തിരിച്ചു വന്നത് മറ്റൊരു രൂപത്തിലാണ്. അവര് ചെന്നപ്പോൾ കണ്ടതെന്തെന്നറിയോ? അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു, അനാക്യമല്ലന്മാർ രണ്ടാളുടെ പൊക്കമുണ്ട്. ഭയങ്കര പൊക്കമുണ്ട്. കാരണം അവരുടെ ഒരാളോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറ്റൊന്ന്, മറ്റ് അമോര്യര്, യബൂസ്യര്, ഗിർഗശ്യര്, അമോര്യര്, ഇങ്ങനെ വേണ്ട കണ്ടാൽ ഭയപ്പെട്ടു പോകുന്ന ആളുകളാണ്. അവരൊരു കാര്യം പറഞ്ഞു, പോയവര്, നമുക്കിത് കൈവശമാക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൈവശമാക്കാൻ പറ്റില്ല. കാരണം അവരുടെ അടുത്ത് നിൽക്കാൻ നിവൃത്തിയില്ല. അവര് ശരിക്ക് ആയുധമൊന്നും ഇല്ലാതെ തന്നെ നമ്മളോട് വഴക്കുണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ അവര് ഈ യുദ്ധം അഭ്യസിച്ചിരിക്കുന്ന അവരെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ? അങ്ങനെ അത് തിരിച്ചു പോകും. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ മോശയുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനം എല്ലാം നിലവിളിയായി. എന്നാൽ അവരുടെ കൂടെ 2 പേര് പോയി. അവര് പോയപ്പോ അവര് കണ്ടത് അതല്ല. അനാക്യമല്ലന്മാരെയോ യബൂസിനെയോ അവിടെയുള്ള മല്ലന്മാരെയോ ആരെയല്ല കണ്ടത്. അവര് നോക്കിയപ്പോ അവര് പറയാണ്, നിങ്ങൾ ഇങ്ങനെ നിരാശപ്പെടരുത്, നിങ്ങളിങ്ങനെ അവിശ്വാസം കാണിക്കരുത്. അവര് നമുക്ക് ഇരയാകുന്നു. കാരണം അവരുടെ ശരണം അറ്റുപോയിരിക്കുന്നു. അവൻ നമുക്ക് ഇരയാണ്, അവരുടെ ശരണം അറ്റുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അമാന്യക്കരെ ശരണം അറ്റുപോയിരിക്കുക ഇത്രയും വലിയ ആളുകളുടെ കനാൻ ദേശത്തുള്ളവരുടെ ശരണം അറ്റുപോയിരിക്കുകയാണോ? എന്താ ഈ ശരണം? എന്താ ഒരു മനുഷ്യന്റെ ശരണം? അതിന് ദൈവത്തിന്റെ വചനം പറയുന്നതറിയാം. നമ്മൾ
ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്. നെബൂഖദ്നേസർ രാജാവിന്റെ മകനാണ് ആര്? ബെൽഷസ്സർ. ബെൽഷസ്സർ അതിന്റെ 5-20 ഒന്ന് വായിച്ചു വന്നു, വേഗം ആവട്ടെ. ദാനിയേൽ 5-20 അല്ലേ? പോയ ശേഷം അവൻ രാജാസനത്തിൽ നിന്നും നീങ്ങിപ്പോയി. അതായത് നെബൂഖദ്നേസർ രാജാവെന്ന മഹാരാജാവിനെ കുറിച്ച് പറയുകയാണ്, ദാനിയേൽ പറയുകയാണ്. അവൻ നല്ല പ്രതാപത്തിൽ ഇരുന്നതാണ്. അഹങ്കരിച്ചതിന് ശേഷം അവന്റെ രാജ്യത്ത് നീങ്ങിപ്പോയി. അവന്റെ പാർപ്പ് കാട്ടുകഴുകളോട് കൂടെ ആയിരുന്നു. അവനെ കാളയെപ്പോലെ കുതിരീത്തി മനുഷ്യരുടെ ദരിദ്രന്റെ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അവൻ നിന്ദിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവന്റെ മകനായ ബെൽഷസ്സറെ ഇതൊക്കെയും അറിഞ്ഞിട്ടുണ്ട്. അവന്റെ മകനായ ബെൽഷസ്സറെ ഇതൊക്കെ നിനക്കറിയാലോ, അപ്പന് സംഭവിച്ചതൊക്കെയും നിനക്കറിയാലോ. ദൈവത്തിന് മുമ്പാകെ ഹൃദയത്തെ താഴ്ത്താതെ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ ഇരുമ്പിൽ കൊണ്ടുവന്നു. മഹത്തുക്കളും തിരുമനസിലെ വൈദ്യന്മാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. യെരൂശലേം ദേവാലയത്തിലെ പാത്രത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചു. ഇനി അടുത്ത് ദേവന്മാരെ സ്തുതിച്ചു. കല്ലും മണ്ണും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. കേട്ടതാണ് സഹോദരാം. വേറൊരു ദൈവമാണ് നിന്റെ അപ്പന്റെ ദൈവം. നിന്റെ അപ്പനെ മര്യാദ പഠിപ്പിച്ചൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ കയ്യിലാണ് എന്താണെന്നറിയാവോ? തിരുമേനിയുടെ ശ്വാസവും വഴി. അവർക്ക് വായിക്കണം. തിരുമനസിലെ ശ്വാസവും എല്ലാ വഴികളുമുള്ള ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകും. സകല മനുഷ്യരുടെയും ശ്വാസം ആരുടെ കയ്യില? ദൈവത്തിന്റെ കയ്യില. സകല മനുഷ്യരുടെയും വഴി ആരുടെ കയ്യില? ദൈവത്തിന്റെ കയ്യില. ഈ രണ്ട് കാര്യങ്ങൾ ആരുടെ കയ്യില? ദൈവത്തിന്റെ കയ്യില. അതുകൊണ്ട് ദൈവത്തിന്റെ പറയുന്നത് തനിക്ക് എതിരെ അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ താൻ ചേർന്ന് കൂട്ടുകെട്ട് കൂടാൻ പോകുമ്പോൾ നമ്മൾ നോക്കണം, ഏത് മനുഷ്യനും നോക്കണം. എന്താണ്? അവൻ നല്ലൊരു യോഗ്യനായ ഒരു മനുഷ്യൻ, നല്ല പാൻസ് ഇട്ടങ്ങനെ കാണണം, അവൻ നടക്കുന്ന ജീവിത ശൈലി കാണണം, അവന്റെ സമ്പന്നത കാണണം എന്നല്ല നോക്കേണ്ടത്. പിന്നെ എന്താ? അവന്റെ ശരണം എന്ന് പറയുന്ന ഒരാളുണ്ട്. അതാരാ? അവന്റെ ശ്വാസവും അവന്റെ വഴികളും കൈവശമുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം അവന് പക്ഷമാണോ ഇല്ലയോ എന്നാണ് ഒരു മനുഷ്യൻ നോക്കേണ്ടത്. ബാക്കി എന്ത് നോക്കിയാലും ബാക്കി ഉള്ളവര് നോക്കിയവരെല്ലാം ഭയപ്പെട്ട് ഓടി. പക്ഷെ ഇത് നോക്കിയവര് കാലേബും യോശുവയും നോക്കുമ്പോൾ ഈ കാര്യം കാണുന്നില്ല. എന്തൊക്കെയില്ല? അവർക്ക് അവരുടെ ഈ പറയുന്ന അമാലേക്ക് മല്ലൻ എത്ര 6 അടിയോ 10 അടിയോ ഉള്ളവനായിരുന്നാലും, എത്ര മല്ലവനായിരുന്നാലും, അവന്റെ വഴിയും ശ്വാസവും കൈവശമുള്ള ദൈവം അവന് പക്ഷമല്ല. ആ ശരണം അവന് പോയിരിക്കുന്നു. അവനോട് കൂടെ ദൈവം ഇല്ല. ജയിച്ചു. അവനോട് കൂടെ ദൈവം ഇല്ലെങ്കിൽ പിന്നെ അവൻ ആരാ? നമുക്കിരയാ. അവൻ നമുക്കിരയാ. അവിടെ യാതൊരു തരത്തിലുള്ള ഭയപ്പാടിന്റെ കാര്യമില്ല. ഇതാണ് എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വിശ്വാസിയുടെ കണ്ണും അവിശ്വാസിയുടെ കണ്ണും രണ്ടും രണ്ടാണ്. നമ്മൾ പറയും എന്താ? വ്യഭിചാരിയുടെ കണ്ണ് അസ്തമയം നോക്കിയിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ പറയും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂടില്ല. അപ്പോ എല്ലാ മനുഷ്യർക്കും ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അവിശ്വാസം അനുസരിച്ച് ഒരു ദൃഷ്ടിയുണ്ട്. അത് ചെന്നിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് വിശ്വാസത്യാഗം വന്നവരാ. ഈ ദൈവം കൊണ്ടുവന്ന ദൈവത്തെ ഇവര് വിശ്വസിച്ചിട്ടില്ല. ഇന്നും അവര് ദൈവമാണ് നടത്തിയതെന്നും ദൈവത്തിന് ഇതെന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവർക്കില്ല. അവർ ചെന്ന് കഴിഞ്ഞാൽ ഇന്നതേ കാണൂ. അവർ കാണുന്ന അമാലേക്ക് മല്ലനെ കാണൂ.
അവിടെ പ്രാപിക്കാൻ സാധിക്കാത്ത അവസ്ഥയുള്ളവനെ കാണൂ. എന്നാൽ മറ്റവര് കണ്ടത് അങ്ങനെയല്ല. മറ്റവർ കണ്ടത് ശരണമറ്റു പോയിരിക്കുന്നു. എന്തൊക്കെയാ ശരണം? ഒരു മനുഷ്യന്റെ ശരണം ഏതാ? എന്റെ ശരണം എനിക്ക് ലോകത്തുള്ള മുഴുവൻ സ്വത്തുണ്ടെങ്കിലും അതല്ല എന്റെ ശരണം. എന്റെ ശരണം എന്ന് പറഞ്ഞ ഏതാ? കർത്താവിന്റെ എന്റെ വഴി, എന്റെ ശ്വാസവും കൈവശമുള്ള ഒരു ദൈവമുണ്ട്. അവൻ എനിക്ക് പക്ഷമായിരുന്നാൽ ഞാൻ ആരെ പേടിക്കാൻ? അതാണ് ഒരു മനുഷ്യന്റെ ദർശനം. എത്ര വലിയവനായിരുന്നാലും ആ ദർശനം മാറിപ്പോകും. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചവർക്കുണ്ടോ? ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഗോലിയാത്തിന്റെ നേരെ യുദ്ധത്തിന് ചെല്ലുമ്പോ ദാവീദ് ആ മല്ലനും അവന്റെ പൊക്കം എന്ന് പറഞ്ഞാൽ എത്രയാ? 9 അടി എന്ന അതിന്റെ പഴയ ഇതിലെ കണക്ക്. 9 അടി അത്രയും സർവ ആയുധവർഗം ധരിച്ചിട്ടുണ്ട്. അവന്റെ പരിചയക്കാരുണ്ട്, അവന്റെ കൂടെയുള്ള യുദ്ധ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും വരുമ്പോ ഈ ബാലൻ എന്ത് ചെയ്യാനാണ്? ഇവൻ ചെറുക്കനാ, ബാലനാ, ഇവൻ എന്ത് ചെയ്യാനാ? പക്ഷെ അവൻ കാണുന്നു, എന്ത് കാണുന്നു? അവന്റെ ശരണം അറ്റുപോയി. ഗോലിയാത്തിന് എന്തില്ല? ശരണമില്ല. എന്തൊക്കെയില്ല? അവന്റെ ജീവനും അവന്റെ വഴികളും കൈവശമുള്ള ഒരുവനുണ്ട്, അവൻ അവന്റെ കൂടെ ഇല്ല. കർത്താവ് സ്വന്തം. അവിടെയാണ് ഒരു മനുഷ്യന്റെ ജയം. ഇന്ന് നമ്മൾക്ക് തന്ന ദൂതാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ടോ? അവർ എനിക്കെതിരെ വരുന്നു, അവർ തങ്ങളുടെ ദൈവത്തെ അവരുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. അതാണ് ധൈര്യം. ഒരാൾ കൂടെ വരുമ്പോഴത്തേക്കും അയാളുടെ പുറമോടി കണ്ട് അവന്റെ കൂടെ പോകാനല്ല. അങ്ങനെ പോയവരൊക്കെ ആയി തലകുത്തി കിടക്കുന്നത്. ഇവന്റെ കൂടെ ദൈവമുണ്ടോ? ഇവന്റെ കൂടെ ഇവന്റെ ശരണമുണ്ടോ? കർത്താവ് സാധനം പലർക്കും തെറ്റിപ്പോകും. ശമൂവേൽ തെറ്റി, ഇവന്റെ മരക്കളുടെ കാര്യം പറയണം. ശമൂവേൽ പ്രവാചകനും തെറ്റിപ്പോയി. അതായത് അഭിഷേകം ചെയ്യാനായിട്ട് കർത്താവ് പറഞ്ഞയച്ചു. തൈലക്കൊമ്പെടുത്ത് അഭിഷേകം ചെയ്യാനായിട്ട് ഒരുങ്ങി. യിശായിയുടെ വീട്ടിൽ ചെന്നപ്പോ എല്ലാം ഒരുങ്ങി. ഇതാ യിശായി മകനെ അലങ്കരിച്ചുകൊണ്ട് വരുവാ. മൂത്ത മകൻ ഏലിയാവിനെ ഇന്ന് അഭിഷേകം ചെയ്യണം. അത് യിശായിയുടെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹം. ഇത് കാര്യം കേട്ടപ്പോ മുതല് മൂത്ത മകൻ അഭിഷിക്തനായിട്ട് നിൽക്കുന്നത് കണ്ട് അത്ര സന്തോഷം. ഇതാ ഏലിയാവിനെ കൊണ്ടുവന്നു. വന്നപ്പോഴേ പറഞ്ഞു, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. ആര് പറഞ്ഞു? യഹോവയുടെ അഭിഷിക്തൻ വരുന്നത്. ശമൂവേൽ പറഞ്ഞു, അവനെ അഭിഷേകം ചെയ്യാൻ പോവാ. തൈലക്കൊമ്പെടുത്തപ്പോഴേക്കും കർത്താവ് സ്തോത്രം, ശമൂവേലിനോട് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, അരുത്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. നീ നോക്കേണ്ടത് എവിടെയാ? ശമൂവേലെ പ്രവാചക, നീ നോക്കേണ്ടത് എവിടെയാ? അവന്റെ ശരണമുണ്ടോ? അവന്റെ വഴികളും അവന്റെ ശ്വാസവും കൈവശമുള്ള ഒരു ദൈവം അവനെ ഈ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവരുന്നത്. നീ നോക്കുമ്പോ അതല്ലോ നീ നോക്കിയതാ പൊക്കം, മുഖം. ഇത് തന്നെയാ പ്രശ്നം. ഇന്ന് നമുക്ക് തന്ന ആലോചന അത് തന്നെയാണ്. നമ്മൾ അനേകം മനുഷ്യരെ നോക്കുന്നു, അവരുടെ പൊക്കം നോക്കുന്നു, മുഖം നോക്കുന്നു, അവരുടെ പ്രവൃത്തി നോക്കുന്നു, പിന്നെ അവരുടെ കൂടെ അങ്ങ് പോവാ. കർത്താവ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും അവൻ അറിയുന്നില്ല. അവിടെ ചെന്ന് അതിന്റെ പിന്നാലെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. സൈന്യങ്ങളുടെ പറയുകയാണ്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. അതായത് അവരുടെ ശരണം അവനോട് കൂടെ ഇല്ല. അത് കാണാൻ കണ്ണു വേണം. തന്റെ എതിരെ വരുന്നത് എത്ര നിസ്സാരമായിക്കോട്ടെ, നമ്മൾ മനുഷ്യരെ വെറും നിസ്സാരം എന്ന് കരുതി തള്ളിക്കളയും. ഞാൻ ഒരിക്കൽ എനിക്ക് സംഭവിച്ചത്, ഒരാൾ എൻ്റെ നേരെ കൈ നീട്ടി. കർത്താവ് ഓർക്കാൻ പോലും പ്രയാസമുണ്ട്. ആ കൈ നീട്ടിയത് ഞാൻ അത് ചെയ്തില്ല, ഞാൻ കൊടുത്തില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവമാണ് അവനെ കൊണ്ട് എൻ്റെ നേരെ കൈ നീട്ടിച്ചത്. ഇന്നും അതിനെക്കുറിച്ചുള്ള ദുഃഖം എനിക്കുണ്ട്. ദൈവത്തിന് ആ ദൃഷ്ടിയാണ് ദൈവത്തിന്റെ സഭയ്ക്കും ദൈവത്തിന്റെ ജനത്തിനും വേണ്ടത്. മുഖമോ പൊക്കമോ അല്ല നോക്കേണ്ടത്. അവന്റെ ശരണം അവനോട് കൂടെ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ദാവീദ് നോക്കിയപ്പോൾ ഗോലിയാത്തിന് അവന്റെ ശരണമില്ല. അവന്റെ വഴിയും ശ്വാസവും കൈവശമുള്ളവനായ ദൈവം അവനോട് കൂടെ ഇല്ല. നേരെ ചെന്നു, അവൻ നമുക്കിരയാകുന്നു. ഓർക്കണം, ഒരു ഏത് ശക്തിയായിരുന്നാലും
അവന്റെ വഴിയും ശ്വാസവും കൈവശമുള്ള ദൈവം അവന്റെ കൂടെ ഇല്ല എങ്കിൽ അവൻ ആരാ? ഇരയാണ്. അത് ഓർത്തോളണം, മറന്നു പോകരുത്. ഇനി മറന്നു പോകരുത്. നമ്മുടെ വീടുകളിൽ കയറി വരും, നമ്മളുടെ പരിചയക്കാർ കയറി വരും, നമ്മൾ പരിചയപ്പെടും, ഓരോരുത്തരും ബന്ധപ്പെടും. ഓർത്തുകൊള്ളണം, ഇവൻ ഇവൻ ശരണമുള്ളവനാണോ ഇരയാണ്? ശരണമുള്ളവനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇരയാണെങ്കിൽ അവന്റെ അടുത്ത് നിൽക്കുന്നത് സൂക്ഷിച്ചു വേണം, അവനോട് അടുക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം ഇന്നല്ലെങ്കിൽ അവൻ ശത്രുവിന് ഇരയാകാനുള്ളവനാണ്. അവനോട് കൂടെ ദൈവമില്ല. അവന്റെ ശ്വാസവും വഴിയും കൈവശമുള്ളവനായ ദൈവം അവനോട് കൂടെ ഇല്ല. ഈ വരുന്നവൻ ആരാന്നെങ്കിൽ അറിയണേ. അത് ചിലപ്പോൾ കള്ളനായിരിക്കും, അത് ചിലപ്പോൾ ദോഷിയായിരിക്കും. ദാവീദ് അബ്ശലോം എന്ന് പറയുന്ന തന്റെ മകന്റെ മുമ്പിൽ നിന്ന് ഓടുക. ഓടിപ്പോകുമ്പോ ഇതാ ശിമയി തനിക്കെതിരെ വന്ന് കല്ലും മണ്ണും വാരി എറിയുക. നീച്ച ഓ ഓ എന്ന് പറഞ്ഞ് കല്ലും മണ്ണും വാരി എറിയുക. അങ്ങനെ എറിയുമ്പോ അബീശായി പറഞ്ഞു, എന്റെ യജമാനായ രാജാവിനെ ശപിക്കാൻ, അഭിഷിക്തനായവനെ ശപിക്കാൻ ഈ ചത്തനായി പോലിരിക്കുന്ന ഇവൻ ആരാ? ഞാൻ ചെന്ന് അവന്റെ തലവെട്ടിക്കളയട്ടെ. രാജാവിനോട് ചോദിക്കുക. രാജാവ് പറഞ്ഞു, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ അവനെ സൂക്ഷിച്ചു നോക്കണം. ശിമയി ശപിക്കുമ്പോ വെക്കുമ്പോ അതിനു മുമ്പേ ദാവീദ് നോക്കിയതാ, ശിമയിയെ സൂക്ഷിച്ചു നോക്കിയതാ. അവന്റെ കൂടെ ആരുണ്ട്? അവന്റെ കൂടെ ആരുണ്ട്? യഹോവ കൽപ്പിച്ചിട്ടാ അവനത് ചെയ്യുന്നത്. യഹോവ കൽപ്പിച്ചിട്ടാ അത് ചെയ്യുന്നത്. ഇന്ന് ഞാനിത് സഹിച്ചാൽ നാളെ ആ കർത്താവ് എന്റെ പക്ഷം വരും, എന്നിട്ട് എനിക്ക് മിണ്ടാൻ യോഗ്യതയുള്ളൂ. അവൻ ശപിക്കട്ടെ, അവൻ ശപിക്കട്ടെ. കാരണം അവനോട് കൂടെ അവന്റെ കൽപ്പന കൊടുത്ത് ദൈവം ഉണ്ടെന്നാണ്. ഏത് മനുഷ്യന്റെയും ജീവിതത്തിലെ വിജയമാണ്. നമ്മൾ ശത്രുവിനെ കണ്ടാലും, മിത്രത്തെ കണ്ടാലും, ആശ്രയിക്കുന്നവനെ കണ്ടാലും, വലിയവനെ കണ്ടാലും, ചെറിയവനെ കണ്ടാലും ആ നിലയിലല്ല അളക്കേണ്ടത്. അവന്റെ പൊക്കവും വണ്ണവും മുഖവും പ്രതാപവും ജോലിയും കാശും ഇത് നോക്കിയല്ല അവനെ അളക്കേണ്ടത്. ശ്രദ്ധിച്ചു നോക്കുക, അവൻ ശരണമുള്ളവനാണോ അതോ ഇരയാകുന്നുവോ? ശരണമുള്ളവനാണെങ്കിൽ അവന്റെ ശ്വാസവും വഴിയും ആരുടെ കയ്യിലിരിക്കുന്നു? ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്നു. ഇരയാണെങ്കിലോ അവന്റെ ശ്വാസവും വഴിയും അവന്റെ കൈവശമില്ല. ഏത് സമയത്തും അവനില്ലാതെ പോകാം. അവനെ കാണുന്ന പ്രൗഢി മാത്രമേ ഉള്ളൂ, കാണുന്ന പ്രൗഢി മാത്രം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്ന് ദൈവം ഏത് നിലയിൽ ആരോടടുക്കുമ്പോഴും, അത് ഒരാളോടല്ല, ആരോടടുക്കുമ്പോഴും, ഇത് സ്വന്തപ്പെട്ടവരാവട്ടെ, സ്വന്തമാകട്ടെ, എന്റെ സ്വന്തം ഒരു സഹോദരനോടോ എന്റെ സ്വന്തപ്പെട്ട ഒരാളോട് ഞാൻ എടുക്കാൻ പോവാ. എടുക്കാൻ പോകുമ്പോൾ, ആശ്രയിക്കാൻ പോകുമ്പോ ഒന്നും നോക്കണം. നോക്കി കഴിയുമ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടോ, അവന്റെ ശരണം അവനോട് കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവനെ ആശ്രയിക്കാം. ഇല്ല എങ്കിൽ അവനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ ഇരയാകുന്നതോടൊപ്പം കൂടെ പോകുന്നതിന് ഇരയായോ? അവന്റെ മഹത്വം കണ്ട്, അമാലേക്കിന്റെ മഹത്വം കണ്ട് അതിശയിച്ചു നിന്നവൻ, അങ്ങോട്ട് കയറിപ്പോകാൻ മടിച്ചവൻ, അവനും അതുപോലെ തന്നെ മരുഭൂമിയിൽപ്പെട്ട് നശിച്ചു. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന് ഗ്രഹിക്കുന്നത്. നമുക്ക് ദൃഷ്ടി, ഒരു മനുഷ്യന്റെ ദൃഷ്ടി വിശ്വാസിയുടെ ദൃഷ്ടിയല്ല, അവിശ്വാസിയുടെ ദൃഷ്ടി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വ്യക്തമായ ദൃഷ്ടി അവിശ്വാസിയുടേതല്ല, പിന്നെയോ ഒരു വിശ്വാസിയുടെ ദൃഷ്ടി. അതായത് ഏത് മനുഷ്യനെ കണ്ടാലും, ഏത് വ്യക്തിയെ കണ്ടാലും, ആരോടെടുത്താലും, ശത്രുവിനോടായാലും മിത്രത്തോടായാലും മൃഗത്തോടായാലും അടുത്തു കഴിഞ്ഞാൽ അവന്റെ ശരണം അവനോടൊപ്പം ഉണ്ടോ, അവന്റെ ശരണം മറ്റുപോയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കണം. അവന്റെ ജീവനും ശ്വാസവും അവന്റെ വഴിയും ശ്വാസവും കൈവശമുള്ള ദൈവം അവനോട് കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അടുത്തോ, ധൈര്യമായിട്ട് കൂടിക്കോ, പ്രശ്നമില്ല. ധൈര്യമായിട്ട് അവന്റെ നേരെ ചെന്നോ, കാര്യങ്ങൾ സാധിക്കും. ദൈവം ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ സാധിക്കും. ഇല്ല എങ്കിൽ ഈ ഒറ്റകാലത്ത് പറ്റിയതുപോലെ പറ്റും. ഇതാണ് നമ്മെ കർത്താവ് പഠിപ്പിച്ചത്. മറന്നു പോകരുത്. കർത്താവിന്റെ സ്തോത്രം. വിശ്വാസത്തിൽ നമുക്ക് അത് മുന്നേറാം. വിശ്വാസത്തിന്റെ ദൃഷ്ടിയാൽ നമുക്ക് കണ്ടെത്താം. ഈ ലോകത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുക്കേണ്ടതായിരുന്നു, നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെയെന്നും നമ്മൾ സ്വീകരിക്കേണ്ടത് ആരെയെന്നും കാണിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല.
ധൈര്യമായിട്ട് അവനെ ഏൽപ്പിക്കാം. അവൻ ചിലപ്പോൾ ഒന്നും പുറമെയുള്ള ഒരു മോടിയില്ലാത്തവനായിരിക്കും. അവനെ ആശ്രയിക്കാൻ കൊള്ളാം. കാരണം അവന്റെ ശ്വാസം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അവന്റെ വഴികൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവത്തിന്റെ സ്ഥലത്തേക്ക് മുട്ടുകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് കർത്താവ് തന്ന വചനത്തിനും ആലോചനകൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കലും ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് ഞങ്ങൾ ഭിന്നമായി പോകാതെ, അവിശ്വാസത്തിന്റെ കണ്ണ് ഞങ്ങൾക്ക് ഉണ്ടാകാതെ, വിശ്വാസത്താൽ എന്റെ കർത്താവെ ഞങ്ങൾ കാണേണ്ടതിനെ കാണുവാൻ, കർത്താവെ മനുഷ്യന്റെ ശരണമായവനെ കർത്താവെ കൂടെ ഉണ്ടോ എന്ന് കാണുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ ദൃഷ്ടി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവേ, നാഥാ, ഭൗതികമായി കാഴ്ചയിലുള്ളവരെല്ലാവരും തെറ്റി, എന്നാൽ ആത്മീയ ദൃഷ്ടിയുള്ളവർ തെറ്റിയിട്ടില്ല. കർത്താവെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ കരുണ തോന്നണമേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ കാഴ്ചയേകി നിത്യം ചേർത്തവനെ, കാഴ്ചയാലല്ല വിശ്വാസത്താലേ കാഴ്ചയേകി നിത്യം ചേർത്തവനെ, സ്തോത്രഗീതം പാടുക നീ മനമേ, സഞ്ജയം നൽകിടും നിശ്ചയമായി, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി.